വെൽക്കം ടു നാറ്റമി. നാറ്റമിയുടെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോഷ്യോളജിയുടെ ബാക്കിയുള്ള കുറച്ച് ചാപ്റ്ററുകളുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മുന്നേയുള്ള ചാപ്റ്ററുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യോളജിയുടെ ലാസ്റ്റ് ഭാഗം അല്ലേ, ഏകദേശം എൻഡായ ഭാഗങ്ങളിലാണ് നമ്മൾ ഇനിയിപ്പോൾ എത്തിയിരുന്നത്. ആ ഭാഗങ്ങളാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ 4 ചാപ്റ്ററുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, അഭിപ്രായം എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏകദേശം നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 32ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓപ്ഷണൽ മൊഡ്യൂളുകളാണ്. ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 2 പാർട്ടായിട്ട് തന്നെ അവർ കാണിക്കുന്നുണ്ട്. ഓപ്ഷണൽ മൊഡ്യൂൾ എന്നുള്ള ഒരു 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് സാധാരണ വരാറുണ്ട്. ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. ഏകദേശം 8 ചാപ്റ്ററുകൾ എന്ത് ചെയ്യും, അതിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ചാപ്റ്ററുകൾ എന്തിനാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു 4 ചാപ്റ്ററുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസുകൾ മെയിനായിട്ട് വരിക. ആ ചാപ്റ്ററുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത് 32ാമത്തെ ചാപ്റ്റർ ആണ്. 32 ചാപ്റ്റർ 32A എന്നുണ്ടാകും. ഓക്കെ. അപ്പോൾ സമൂഹത്തിലെ സ്റ്റാറ്റസ് ഓഫ് ദി വുമൺ ഇൻ സൊസൈറ്റി സോഷ്യോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. എന്ന് വെച്ചാൽ സമൂഹത്തിലെ സ്ത്രീകളുടെ നില, ഒരു സാമൂഹിക ചരിത്ര വീക്ഷണത്തിൽ നമ്മൾ തന്നെ സമൂഹത്തിലുള്ള സ്ത്രീകളുടെ നിലവാരം അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ആൻസർ ദ ഫോളോവിങ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ സെന്റൻസ് അല്ലെ, 1 വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വേദകാലത്തിൽ ഏത് കാലഘട്ടമാണ് ആദ്യകാല വേദകാലഘട്ടം എന്നറിയപ്പെടുന്നത്? ഹൃദയ കാലഘട്ടമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടിനെയും മഹത്തായ ഇതിഹാസങ്ങൾ എന്ന് പറയുക അല്ലെ. അപ്പോൾ എന്ത് ചെയ്യാ, രാമായണവും മഹാഭാരതവും നമ്മുടെ രാജ്യത്തെ 2 മഹത്തായ ഇതിഹാസങ്ങളാണ്. ഓക്കെ. ഏതാണ് നമ്മുടെ 2 ഇതിഹാസങ്ങൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ എന്താണ്, മഹാഭാരതവും രാമായണവുമാണ് എന്നുള്ളതാണ്. എന്താണ് ദ്രൗപദിയിൽ അന്ധത അടിച്ചേൽപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ധൃതരാഷ്ട്രരോടുള്ള അവരുടെ എന്താണ്, സ്വന്തം ഭർത്താവിനോടുള്ള അവരുടെ ആ ഒരു സ്നേഹത്തെയാണ് അവിടെ എന്ത്, ആ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് കാണിക്കുന്ന സ്ത്രീ അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ദ്രൗപദി ചെയ്ത അന്ധത എന്നുള്ളത്. ഓക്കെ. നോക്കൂ, ഇനി വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫാൾസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് ചർച്ച ചെയ്യാനുള്ളത്. നോക്കുക, ധർമ്മശാസ്ത്രങ്ങൾ അല്ലേ, പെരുമാറ്റച്ചട്ടങ്ങൾ നിർദ്ദേശിച്ചു അല്ലേ. അപ്പോൾ ഇത് ശരിയാണോ എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മശാസ്ത്രത്തിലൂടെയാണോ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ട്രൂ ആൻഡ് ഫാൾസ് ആണെന്ന് ചോദിക്കുന്നത്. അത് ട്രൂ ആയ കാര്യമാണ് കേട്ടോ. പിന്നെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ലെന്നതിനെ യാജ്ഞവൽക്യ എന്തെന്നു പറഞ്ഞു എന്നുള്ളതാണ്. ഇത് ട്രൂ ആണോ അതുപോലെ തന്നെ ഫാൾസ് ആണെന്നത്. അപ്പോൾ ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും സ്ത്രീ സ്വാതന്ത്ര്യമാകാത്തൊരു അവസ്ഥ ഉണ്ടാവാതിരുന്നിട്ടില്ല. അതെന്താണ്, ഫാൾസായ കാര്യമാണ്. ഈ ബുദ്ധമത സ്ത്രീകളെ മതപ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല എന്ന കാര്യമാണ്. അത് തെറ്റായ ഒരു കാര്യമാണ്, ഫാൾസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേദകാലഘട്ടത്തിന്റെ അവസാനത്തിൽ സ്ത്രീകളുടെ പദവി കുറയാൻ തുടങ്ങി എന്നുള്ളത് അതൊരു ട്രൂ ആയിട്ടുള്ള കാര്യഘട്ടമായിരുന്നു. ആദ്യം സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള ബന്ധങ്ങളോ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എന്തുണ്ടായിരുന്നു, സ്ത്രീ പുരുഷന്മാർക്കുള്ള എന്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, അതിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്തു, സ്ഥാനങ്ങൾ കുറഞ്ഞു വരികയും അവരുടെ സ്ഥാനമാനങ്ങൾ കുറഞ്ഞു വരുന്നൊരവസ്ഥ അവർക്കിടയിൽ ഉണ്ടായിരുന്നതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. എന്താണ്, 1 വേർഡ് തന്നെ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പാരാഗ്രാഫിൽ എന്താണ് പാർട്ടായിട്ട് നമ്മൾ എന്താണ് ഇത് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ സതി നിരോധന നിയമം പാസ്സാക്കിയ വർഷം ഏത് എന്നുള്ളതാണ് കൃത്യമായിട്ടുണ്ട് അല്ലെ. 1829 ഉണ്ട്, 1830 ഉണ്ട്, 1856 ഉണ്ട്, 1850 കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ വരുന്നത് 1829 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. 1929 ശൈശവ വിവാഹ നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട പരിഷ്കർത്താവിന്റെ പേരെന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഹർലിബാസ് സർദ എന്ന പേരിലാണ് അവരെന്ത് ചെയ്യുന്നത്, അവരാണ് 1929 വിവാഹ നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കൃതി എന്താണ് അവരുടെ മാറ്റങ്ങൾ വരുത്തിയത് എന്നുള്ളതാണ്. മൂന്നാമത്തെ താഴെ പറയുന്നതിൽ ആരാണ് സാമൂഹിക പരിഷ്കരണം ഇല്ലാത്ത സ്വരാജ് അർത്ഥവത്തായിട്ടുള്ള ഒരു നിർദ്ദേശമല്ലെന്ന് പറഞ്ഞത് അല്ലെ, ആരാണ്, ഗാന്ധിജി എന്നുള്ളതാണ് കേട്ടോ. ആൻസർ വരുന്നത് ഗാന്ധിജിയാണ്. ഒരു കാര്യത്തെ പറയുന്നത്, മഹാരാഷ്ട്രയിലെ ദളിത് പെൺകുട്ടികൾക്ക് ആദ്യമായി സർക്കാർ സ്കൂൾ ആരംഭിച്ച
ഇത് ആരാണ് എന്നുള്ളതാണ് വളരെ ചിലപ്പോൾ എനിക്ക് അവർ ചോദിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. പണ്ഡിത രമാബായി അല്ലെ, രമാബായി ആണ് എന്തത് ആദ്യമായിട്ട് ഈ ഒരു ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരു സ്കൂൾ എന്ത് ചെയ്തു സ്ഥാപിച്ചത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഡി ആണ്. ഓക്കെ, നമുക്ക് എന്താ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. ഒന്നാമത് ഡാഷ് എന്ന ഹിന്ദു വിവാഹ നിയമം വിവാഹമോചനത്തിൽ ഒരു വ്യവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. 1956, 55, 76, 61. അപ്പോൾ ഏത് വർഷത്തിലാണ് എന്താണ് ഹിന്ദു വിവാഹമോചനത്തിൽ ഒരു വ്യവസ്ഥയായി സൃഷ്ടിച്ചതെന്നുള്ളത്? 1955 ഈ ഒരു നിയമം വരുന്നത് എന്നുള്ളതാണ്. ഇനി 2001 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയായിരുന്നു എന്നുള്ളതാണ്. ഉത്തരം ബി 972, 933, 960, 929. 2001 സെൻസസ് പ്രകാരം 933 സ്ത്രീ പുരുഷ അനുപാതം എന്നുള്ളത്. ഓക്കെ, ഇനി 2001 സെൻസസ് പ്രകാരം സ്ത്രീ സാക്ഷരതാ നിരക്ക് വരുന്നത് എത്രയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് ഏകദേശം 84.16% വരുന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. അല്ലെ, ഗോവ, അതുപോലെ തന്നെ എന്താണ് കേരളം, സിക്കിം, തമിഴ്നാട് എന്നീ കാണാം. പക്ഷേ എന്താണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ ഇന്ത്യയിലെ ഏക ജില്ല ഏതാണ്? കേരളമാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ആദ്യകാല വേദകാലഘട്ടത്തിൽ സ്ത്രീകൾ താരതമ്യേന ഉയർന്ന പദവി ആസ്വദിച്ചിരുന്നു എന്നതിന്റെ ചില തെളിവുകൾ നൽകി തെളിയിക്കുക എന്നുള്ളതാണ്. ഉത്തരം നോക്കൂ. ആദ്യകാല വേദകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന പദവി ആസ്വദിച്ചിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം നേടാനും അവരുടെ വിവാഹ പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള അവർക്ക് സമ്മതവും നൽകിയിരുന്നു. സതി, ശൈശവ വിവാഹം, വിധവാ വിവാഹ നിരോധനം തുടങ്ങിയ ദുരാചാരങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ബ്രിട്ടീഷുകാരുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളതാണ്. ഒരു വാചകത്തിൽ അവരുടെ എന്താണ് നിഷേധാത്മക മനോഭാവം പരാമർശിക്കുന്നതാണ്. ഉത്തരം 17ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയെങ്കിലും സാമൂഹിക പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കാൻ അവർ എന്ത് ചെയ്തു മുൻകൈ എടുക്കാൻ തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിന്റെ മാത്രമാണ് എന്നുള്ളതാണ്. അല്ലേഷം എന്താണ് 1950 ജനുവരിക്ക് ശേഷമുള്ള സ്ത്രീ പദവിക്ക് വേണ്ടിയുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു വാചകത്തിൽ എന്ത് ചെയ്യുക പരാമർശിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ലിംഗവിവേചനം ഇല്ലാത്തതാക്കാൻ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങൾ എന്ത് ചെയ്തു നൽകി എന്നുള്ളത് എന്ത് ചെയ്യുന്നു വളരെ ഒരു ഇമ്പോർട്ടൻ്റ്. 1950 ജനുവരിക്ക് ശേഷമുള്ള സ്ത്രീ പദവിക്ക് എന്ത് ചെയ്തു മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. ഇനി സ്ത്രീ പദവിക്കായുള്ള സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾ എന്നതിന്റെ കീഴിൽ പരാമർശിച്ചിരിക്കുന്ന ഏതെങ്കിലും 2 പോയിന്റുകൾ പരാമർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം തന്നെ സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾക്ക് നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്കും തുല്യ വേതനം നൽകണം. സ്ത്രീ തൊഴിലാളികളുടെ ആരോഗ്യവും ശക്തിയും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല. ജോലിയുടെ ന്യായവും മാനുഷികവുമായുള്ള സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പ്രസവത്തിനുമായി വ്യവസ്ഥകൾ ഉണ്ടാക്കണം എന്നുള്ളതും വളരെ ഇവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. നോക്കൂ, വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥ വിശദീകരിക്കുക എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അപ്പൊ ആദ്യകാല വേദിക അല്ലെങ്കിൽ തന്നെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവിടെ അവസ്ഥ പുരാതന ഇന്ത്യയെ കുറിച്ച് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം 1500 മുതൽ 1000 BC കാലഘട്ടത്തിൽ വേദകാലിക അല്ലെങ്കിൽ തന്നെ കൃതേക കാലഘട്ടത്തിൽ തിരിച്ചറിയപ്പെടുന്നത്. ഈ കാലഘട്ടം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലുള്ള സമ്പൂർണ്ണ സമത്വത്തിന്റെ ഒരു സവിശേഷതയാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൃദയകർ ആര്യന്മാർ പുരുഷാധിപത്യക്കാരായിരുന്നു. ഭർത്താവിന്റെ സ്ഥാനം ഭാര്യയേക്കാൾ ഉയർന്നതായി അവർ കണക്കാക്കപ്പെട്ടിരുന്നു. ബഹുഭാരിത്വം അനുവദനീയമായിരുന്നു. ഇതെല്ലാം ഒരു കാര്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഒരു വിധവ തന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ ഇളയ സഹോദരനെ വിവാഹം കഴിക്കുന്ന പ്രബലമായ ഒരു ആചാരം പ്രകടമാക്കുന്നത് പോലെ ഒരു വിധവയെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി നോക്കൂ മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ വേദകാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായിട്ട് ഇവർക്ക് ഇതിൽ നിയമങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ സ്വതന്ത്ര ഇന്ത്യയിലെ സ്ത്രീകളുടെ പദവിയിൽ നിയമനിർമ്മാണത്തിന്റെ സ്വാധീനം ചർച്ച ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിലെ സ്ത്രീകളുടെ പദവിയെ കുറിച്ചുള്ള നിയമനിർമ്മാണത്തിന്റെ സ്വാധീനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ ഭരണഘടന സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യരായി പരിഗണിക്കുന്ന ഒരു സാമൂഹിക ക്രമം സൃഷ്ടിക്കുന്നതിനുള്ള അടിത്തറ പാകി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശം നൽകുകയും അതുപോലെ തന്നെ ആർട്ടിക്കിൾ വഴി നൽകുകയും
15, 13 പ്രകാരം സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്താം. എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 16 അനുസരിച്ച് എന്താണ് സംസ്ഥാനത്തിന്റെ കീഴിലുള്ള ഓഫീസിലെ ഏതെങ്കിലും ജോലിയുടെ കാര്യത്തിന് ഒരു പൗരന് വിവേചനം കാണിക്കരുത് എന്നുള്ളതും ഇവിടെ എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻസിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടത് ആ ഒരു കാര്യങ്ങളാണ് മെയിനായിട്ട് നിന്നത് ചോദ്യങ്ങളിലായിട്ട് വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പ്രസന്റിലുള്ള കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ചോദിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്തത്? ക്വസ്റ്റ്യൻസ് വെറുതെ മിസ്സാക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുക നമുക്കിടയിൽ ഉണ്ടാവരുത് എന്നുള്ളത് എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ 33ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഓപ്ഷണൽ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് രണ്ടും എ ആണ്. 32 ചാപ്റ്റർ 32A, ചാപ്റ്റർ 33A എന്നുള്ള രീതി എന്ത് ചെയ്യും വരുന്നു? ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളതാണ് നമ്മുടെ ലിംഗവിവേചനവും ലിംഗസമത്വവും എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്. ലിംഗസമത്വം എന്നുള്ളതിൽ തമ്മിലുള്ള ബന്ധവും ലിംഗവിവേചനം എന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക എല്ലാവരും ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? വൺ വേർഡ് സെന്റൻസിൽ എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ലിംഗഭേദം എന്നുള്ളതാണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമൂഹം നൽകുന്ന വ്യത്യസ്തമായ ചിത്രങ്ങൾ ആണ് എന്ത് ലിംഗഭേദം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഒരു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തമ്മിലുള്ള ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങളാണ് സെക്ഷലി നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്. പിന്നെ എന്താണ് ലിംഗവിവേചനം? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യത്യസ്തമായി എന്ത് പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളോട് വേറെ രീതിയിൽ പെരുമാറുക, പുരുഷനോട് മറ്റൊരു രീതിയിൽ പെരുമാറുക, ഈ ഒരു അവർക്ക് ഒന്നിച്ച് എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഒപ്പം വരുമ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് മറ്റൊരു രീതിയിലും പുരുഷന്മാർക്ക് വേറെ രീതിയിലും ആകുന്ന ഒരു സിസ്റ്റം, ഇതാണ് എന്താ പറയുക ലിംഗവിവേചനം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളാണ് ലിംഗവിവേചനം നിരോധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം ആർട്ടിക്കിൾ 15 അല്ലേ, അതാണ് നമുക്ക് എന്ത് ഈ ഒരു ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്താണ് ലിംഗവിവേചനം ചെയ്യുന്നുണ്ട് നിരോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലേ, ആ ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ പറയുന്നത് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടിയിൽ എന്ത് ചെയ്യും നമ്മൾ ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അധികം ഓപ്ഷൻസ് കാണിക്കാറുണ്ട്. പിന്നെ എന്താ പറയുക ഇതിൽ ഓപ്ഷൻസ് ഇല്ലാതെയാണ് എന്തിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈംഗികതയെ അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ വേഷങ്ങളുടെ വിതരണം അല്ലേ, തൊഴിലിന്റെ ലിംഗവിഭജനം എന്ന് നമ്മൾ ഇതിനെ പറയുന്നു എന്നുള്ളതാണ്. അതുപോലെ സ്ത്രീകളുടെ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങളെ സ്ത്രീതല കുടുംബങ്ങൾ എന്ന് ചെയ്യും. സ്ത്രീയാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിനെ സ്ത്രീതല കുടുംബങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ലിംഗവിവേചനം ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 1986 ഉള്ള വിദ്യാഭ്യാസ നയത്തിലൂടെയാണ് ലിംഗവിവേചനം ഇല്ലാതാക്കണമെന്ന് എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്നുള്ളതാണ്. പുരുഷന്റെ സ്ഥാനം പുറത്താണെന്നും സ്ത്രീയുടെ സ്ഥാനം വീടിനുള്ളിലാണെന്നും അർത്ഥം നൽകുന്ന പാഠഭാഗങ്ങൾ ഉദാഹരണങ്ങളാണ്. അപ്പോൾ തന്നെ ഈ ലിംഗ പക്ഷപാതം ആണ് ഇവിടെ എന്ത് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും ആണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പോൾ ഇത് ചിലത് അധികം ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് വരാറുണ്ട്, ഇതിലെന്തെങ്കിലും ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ട്രൂ ആൻഡ് ഫാൾസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ഏകദേശം 40-50 ക്വസ്റ്റ്യൻസുകൾ ഇപ്രാവശ്യം പുതിയ മോഡലിൽ വരുന്നുണ്ട്. അതിൽ ട്രൂ ആൻഡ് ഫാൾസ് ക്വസ്റ്റ്യൻസുകൾ കാണാറും പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ത്രീകളും സമ്പദ് വ്യവസ്ഥയുടെ സംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് നമുക്കറിയാം ഇല്ല, ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ത്രീകളും സമ്പദ് വ്യവസ്ഥയുടെ സംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതെന്നെ തെറ്റായ കാര്യമാണെന്നുള്ളത്. പിന്നെ വീടിനകത്തും പുറത്തും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇരട്ട ഭാരം അനുഭവിക്കുന്നു എന്നുള്ളത് എന്താണ് അല്ലെ, വീടിനുള്ളിൽ എത്തിയാൽ അവരെന്തിനാ അവരുടെ ഫാമിലി ജോലികൾ ചെയ്യണം, അതുപോലെ തന്നെ പുറത്തു പോകാൻ എന്തിനാ പുറത്തെ ജോലികൾ അതും ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇരട്ട ഭാരം എന്നുള്ളത് എന്താണ് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇനി ലോകമെമ്പാടും രാഷ്ട്രീയത്തിന് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ പറയുന്നത് തന്നെ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ ലിംഗസമത്വമാണ് അല്ലെ, ലിംഗവിവേചനവും ലിംഗസമത്വമാണ്. അപ്പോൾ നമുക്കറിയാം ലോകമെമ്പാടും രാഷ്ട്രീയത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ള ഈ ഒരു വാദം തെറ്റാണ് അല്ലെ. അപ്പൊ എന്താ അവിടെ ഫാൾസ് ആണ് വരുന്നത്. ഈ സ്ത്രീകളുടെ ബയോളജിക്കൽ മേക്കപ്പ് അവിടെ അതിന്റെ കഴിവുകൾ നിർണ്ണയിക്കുന്നു എന്ന ആശയം ഫെമിനിസ്റ്റുകൾ നിരസിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. കാരണം ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു ആ ഒരു സത്യത്തെ എന്താണ് അവർ നിരസിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണ് ട്രൂ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന്റെ മറ്റൊരു ഭാഗമാണ് നമുക്ക് കൊടുക്കുന്നത്. ലിംഗവിവേചനത്തെ ലിംഗവിവേചനത്തെ ചോദ്യം ചെയ്യുകയും
പ്രതിഷേധിക്കുകയും ചെയ്യുന്നില്ല. ഫെമിനിസ്റ്റുകൾ തന്നെ ലിംഗ വിവേചനത്തെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ എതിർക്കുന്നതും ആരാണ്? ഫെമിനിസ്റ്റുകളാണ്. ഈ വീട്ടുജോലികൾ പൊതുവെ തന്നെ ഉൽപാദനക്ഷമമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിതാവിന് അധികാരം ഒരു കുടുംബത്തെ ഡാഷ് എന്നുള്ളത്. ഇപ്പോൾ പിതാവിനാണ് ഈ കുടുംബത്തിന് അധികാരം എന്നെങ്കിൽ ഡാഷ് എന്ന് വിളിക്കുന്നു. പുരുഷാധിപത്യ കുടുംബം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീകളാണെങ്കിൽ അല്ലെ അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ പുരുഷനാണെങ്കിൽ പുരുഷാധിപത്യ കുടുംബം എന്നെന്തെയ്യുന്നു പറയുന്നു. ഇനി സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യരായി കാണുന്ന ഒരു സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് ലിംഗസമത്വമുള്ള എന്താണ് കുടുംബം അല്ലെങ്കിൽ സമൂഹം എന്നെന്തെയ്യുന്നു നമ്മൾ വിളിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ തന്നെ ലിംഗവിവേചനം നിരോധിക്കാൻ ഇന്ത്യൻ ഭരണഘടന എന്താണ് ചെയ്തത് എന്നുള്ളത് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഉത്തരം ലിംഗവിവേചനം ഇന്ത്യൻ ഭരണഘടന നിരോധനം കൊണ്ടുവന്നു. ലിംഗവിവേചനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ്? മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം അല്ലെങ്കിൽ എന്താണ് അവയിൽ ഏതെങ്കിലും അടിസ്ഥാനത്തിൽ ഒരു പൗരനും സംസ്ഥാന വിവേചനം കാണിക്കരുതെന്നും പ്രഖ്യാപിച്ച ആർട്ടിക്കിൾ 15 പ്രകാരം ഇന്ത്യൻ ഭരണഘടന ലിംഗവിവേചനം നിരോധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ ഒരു കാറ്റഗറിയാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചോദ്യം ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അതുപോലെ തന്നെ ഉത്തരം കൊടുക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, ലിംഗസമത്വ സമൂഹത്തിന്റെ അർത്ഥം വിശദീകരിക്കുക. ലിംഗനീതിയുള്ള സമൂഹം കൂടിയാണിത്. അപ്പോൾ എന്താണ് ലിംഗ തുല്യമായ ഒരു സാമൂഹിക സജ്ജീകരണത്തിൽ പുരുഷനും സ്ത്രീയും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ബഹുമാനിക്കപ്പെടുന്ന അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ അനാദരവോട് കാണുന്നില്ല എന്നുള്ളത്. വീട്ടുജോലി ചെയ്യുന്ന പുരുഷനും സ്ത്രീയും ചെയ്യുന്നത് പോലെ സ്വീകാര്യമാണ് എന്നുള്ളത്. അപ്പൊ ലിംഗസമത്വമുള്ള സമൂഹത്തിൽ ശാരീരിക പീഡനമോ മാനസിക പീഡനമോ അക്രമം വെച്ച് പൊറപ്പിക്കാനാവില്ല എന്നുള്ളതും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലിംഗസമത്വ സമൂഹം ലിംഗം രീതിയുള്ള സമൂഹം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? പുരുഷനും സ്ത്രീക്കും അവർ ജനിച്ച കാലം മുതൽ ബഹുമാനവും സ്ത്രീകൾ തുല്യമായ പ്രവേശനം നൽകുന്ന ഒരവസ്ഥയാണിത് ലിംഗസമത്വത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പുരുഷനേക്കാൾ കൂടിയതല്ല അല്ലെങ്കിൽ സ്ത്രീയേക്കാൾ കൂടിയതല്ല പുരുഷൻ എന്നുള്ളതും രണ്ടുപേരും ഒന്നാണ് എന്നുള്ളതാണ് ഇതിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ലിംഗ സമത്വവും ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളും സംക്ഷിപ്തമായി ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ സമൂഹങ്ങളിലും ക്രമസമാധാനം രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു ക്രമീകരണമുണ്ട്. അപ്പോൾ ലളിതമായുള്ള സമൂഹങ്ങളിൽ സാമൂഹിക നിയന്ത്രണ ഏജൻസികൾ വലിയ തോതിൽ അനൗപചാരികമായിരുന്നു. അല്ലെ, ഉദാഹരണത്തിന് ആചാരണങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് മുതിർന്നവരുടെ ഒരു കൗൺസിൽ ഉറപ്പുവരുത്തുന്ന രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിക്ക സ്ത്രീകളുടെയും ജനാധിപത്യം എന്നാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയും ആ ജനപ്രതിനിധികൾക്കായി പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. അധികാരം കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് പരിചയമില്ലതിനാൽ രാഷ്ട്രീയം ഇപ്പോഴും സ്ത്രീകൾക്ക് അനുയോജ്യമല്ലെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, മൂന്നാമത് പറഞ്ഞത് ധീരരായ സ്ത്രീകൾ എന്നൊരു ഭരണാധികാര ആളുകളുടെ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾ ഇപ്പോഴും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്ഥാനങ്ങൾക്ക് യോഗ്യനല്ല എന്നത് കണക്കാക്കുന്നത് ആശ്ചര്യകരമായ കാര്യം. എല്ലാ സ്ഥാപനങ്ങളിലും പുരുഷന്മാർ അധികാരം കൈയാളുന്നതിനാൽ സ്ത്രീകളുമായി അധികാരം പങ്കിടുന്ന ആശയം അംഗീകരിക്കാൻ അവർക്ക് തയ്യാറല്ല. പിന്നെ ഇന്ത്യൻ ഭരണഘടന 73-74 ഭേദഗതികൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 1:3 പ്രാതിനിധ്യം നൽകുകയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രക്രിയക്ക് പ്രവേശിക്കാൻ 1 ദശലക്ഷം സ്ത്രീകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർലമെന്റിലും സംസ്ഥാന അസംബ്ലികളിലും സ്ത്രീകൾക്ക് 1:3 സംവരണം നൽകാൻ നിർദ്ദേശിക്കുന്ന വനിതാ സംവരണ ബിൽ ഇപ്പോഴും നിയമസഭയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് എന്നുള്ളതും വളരെ മറ്റൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിംഗസമത്വത്തെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് വിവേചനവും ലിംഗസമത്വവും വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ കൾച്ചർ കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ സംസ്കാരം, ആശയം, സവിശേഷത, അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ സവിശേഷതകളുമാണ് നമ്മൾ 36ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ബി കാറ്റഗറിയിൽ ഇതിൻ്റെ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ മാച്ച് കോളംസ് എ ആൻഡ് ബി എന്നുള്ളതാണ്. ദ കൾച്ചർ റിഫ്യൂസ് ടു ദ ബോത്ത് ആൻഡ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽസ്. ഇതൊരു ക്വസ്റ്റ്യൻസ് ആട്ടോ. കൾച്ചർ ഇതുമായി അതുപോലെ തന്നെ ഹൗസ്, എ പ്ലോട്ട്, സൈക്കിൾ, എക്സെട്ര. എക്സാമ്പിൾ ഓഫ്
അല്ലെ എന്താണെന്നുള്ളതാണ്. പിന്നെ മൂന്ന് നോളജ് ദ ബിലീഫ് ദ ആർട്സ് ദ മോറൽ ലോ ആൻഡ് കസ്റ്റംസ് എക്സെട്ര ആൻഡ് എക്സാമ്പിൾ ഓഫ് ദ എവരി കൾച്ചർസ് ഹാസ് നോൺ മെറ്റീരിയൽ ഓഫ് കൾച്ചർ. ഇതൊന്നും ഇതിനോട് എന്ത് യോജിച്ചത് എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് കൾച്ചർ ദ റെഫ്യൂസ് ദ ബോത്ത് മെറ്റീരിയൽസ് ആൻഡ് നോൺ മെറ്റീരിയൽസ് അസ്പെക്ടസ് ഹൗസ് ആൻഡ് പ്ലഗ് എന്താണ് സൈക്കിൾ എക്സെട്ര എക്സാമ്പിൾ ഓഫ് ദ മെറ്റീരിയൽ കൾച്ചർ എന്നുള്ളത്. നോളജ് ആൻഡ് ബിലീഫ് ദ മോറൽ ലോ ആൻഡ് കസ്റ്റംസ് ആൻഡ് എന്താണ് എക്സാമ്പിൾ ഓഫ് ദ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എവരി കൾച്ചർ ഹാസ് എ വേ ഓഫ് ലൈഫ് എന്നുള്ളതാണ് മറ്റൊരു സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ സംസ്കാരം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക. ഉത്തരം സംസ്കാരം സമൂഹത്തിന്റെ അംഗമാകാൻ സ്വന്തം സംസ്കാരം പഠിക്കുന്ന പ്രക്രിയയാണ് എന്തെന്നത് ഈ സംസ്കാരം എന്നതുകൊണ്ട് പറയുന്നത്. ഇനി എന്താണ് ബി എന്താണ് സംസ്കാരം ഇതൊരു കൂട്ടം ആളുകൾക്ക് പൊതുവായുള്ള ഒരു ജീവിത രീതിയാണ്. അതിന്റെ മെറ്റീരിയലും വീട് കലപ്പ സൈക്കിൾ മുതലായ ഈ ഭൗതികമല്ലാത്ത അറിവിശ്വാസങ്ങൾ പ്രവർത്തികൾ ധാർമ്മിക നിത്യാദികൾ തുടങ്ങിയവ വശങ്ങളിൽ നിന്നു ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് സംസ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. സംസ്കാരം നിർവചിക്കുകയും സംസ്കാരത്തിന്റെ രണ്ട് പ്രധാന സവിശേഷതകൾ ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. സംസ്കാരത്തിന്റെ നിർവചനം സംസ്കാരം നമ്മുടെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമാണ്. എന്നിരുന്നാലും ഇത് ആളുകളിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെ. താഴെ പറയുന്ന ഉദാഹരണങ്ങളോട് നമുക്ക് എന്ത് സംസ്കാരത്തെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ബന്ധുവിനെയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ കണ്ടുമുട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്തു അവനെ കൂപ്പുകൈകളോടെ നമസ്കരിക്കാൻ അല്ലെ അഭിവാദം ചെയ്യുന്നു. നമ്മുടെ മുതിർന്നവരുടെ പാദങ്ങൾ തൊട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്തു ആദരവ് അർപ്പിക്കുന്നു. ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. പാശ്ചാത്യ ലോകത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളെയും അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ എന്താണ് ഹസ്തദാനം, ആലിംഗനം, ചുംബനം ഇതൊക്കെയാണ് മറ്റ് പാശ്ചാത്യ രീതിയെങ്കിൽ നമ്മുടെ ഈ രീതി എന്താണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് എന്ന് വെച്ചാൽ കാൽ തൊട്ട് വന്ദിക്കുന്ന രീതിയൊക്കെയാണ് നമ്മുടെ ഒരു സംസ്കാര രീതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് സംസ്കാരത്തെ നിർവചിക്കാം അല്ലെ. ഇവിടെ പരക്കെ അംഗീകരിക്കപ്പെട്ടതും എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതുമായ ഒരു നിർവചനം ഇതാണ്. എന്ന് വെച്ചാൽ വിജ്ഞാനം, വിശ്വാസങ്ങൾ, കലകൾ, ധാർമ്മികത, നിയമങ്ങൾ, ആചാരങ്ങൾ സമൂഹത്തിൽ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യർ നേടിയെടുക്കുന്ന മറ്റേതിൽ കഴിവുകളും ശീലങ്ങളും ഉൾപ്പെടുന്ന സങ്കീർണമായ കാര്യത്തെയാണ് സംസ്കാരത്തിന്റെ സവിശേഷതകൾ. സംസ്കാരത്തിന്റെ ഏറ്റവും സാധാരണവും പ്രധാനപ്പെട്ടതുമായ സവിശേഷതകൾ സംസ്കാരം സാർവത്രികമാണ് എന്നുള്ളതാണ്. സംസ്കാരം സുസ്ഥിരമാണ് എങ്കിലും അതിന് ചലനാത്മകവുമാണ്. സംസ്കാരം ഒരു പഠിച്ച പെരുമാറ്റമാണ് എന്നുള്ളതാണ്. നമ്മൾ നേടിയെടുക്കുന്ന കാര്യമാണ്. ഇനി എന്താണ് ശരിയായതിന് ടിക്കിട. സംസ്കാരം ജനിതകമായി പാരമ്പര്യമായി ലഭിച്ചതാണ്, ട്രൂ എന്നുള്ളതാണ്. സംസ്കാരം ഒരു പഠിച്ചൊരു പെരുമാറ്റമാണ് എന്നുള്ളതിന് വളരെ കറക്റ്റാണ്, ട്രൂ എന്നുള്ളതാണ്. സാർവത്രികം എന്താണ് സമൂഹത്തിൽ അംഗമാകാൻ ഒരാളുടെ സംസ്കാരം പഠിക്കുന്നതിനെ എൻകൾച്ചറേഷൻസ് എന്ന് പറയുന്നു അല്ലെ. എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത് ശരിയാണ്. പിന്നെ സംസ്കാരം എല്ലാ മനുഷ്യർ വർഗങ്ങൾക്കും അദ്വിതീയമാണ് അല്ലെ. അതും എന്താണ് ട്രൂ ആയൊരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഈ സംസ്കാരത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് മെയിനായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സംസ്കാരം എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്, എങ്ങനെയാണ് സമൂഹത്തിൽ അത് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചർച്ച ചെയ്യാനുള്ളത് 36 മീൻസ് നെക്സ്റ്റ് 37 എന്ന് വെച്ചാൽ 33 ബിയിലാണ് നമുക്ക് ചർച്ച വരുന്നത്. ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ്. ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് പറയാം ഇനി പറയുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെ പേര് എഴുതുക. സൂര്യക്ഷേത്രം എവിടെയാണ് അല്ലെ, പൈതൃകങ്ങളാണ് നമ്മുടെ പൈതൃകങ്ങളാണ്. അത് ഒന്ന് കൊണാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ. വിക്ടോറിയ മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കൽക്കത്തയിലാണ്. പിന്നെ ഹവാമഹൽ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ആഗ്രയിലാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ എന്താണ് മോണ്യുമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പൈതൃകങ്ങളാണ് എന്ത് ഈ പറയപ്പെടുന്നതൊക്കെ. ഇനി നമുക്ക് ഡാഷ് ഇത് പുരാതന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞനായ ബുദ്ധായന എന്നുള്ളത്. അതുപോലെ തന്നെ ഡാഷ് ആര്യഭട്ട, സൂര്യ സിദ്ധാന്ത എന്നിങ്ങനെ പേരുള്ള 2 ശാസ്ത്ര കൃതികളുടെ രചയിതാവ് ആരാണ്, ആര്യഭട്ടയാണ് ഈ കൃതിയെ നിർമ്മിച്ചത്. ഇനി ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്താണ് CV രാമന് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചതാരാ, ടാറ്റയാണ് ഈ ഒരു കാര്യങ്ങൾ സ്ഥാപിച്ചത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി പോകാനുള്ളത് ഓക്കെ നമ്മുടെ എന്താണ് സംസ്കാരത്തിന്റെ വിവിധ വശങ്ങളുടെ പേരുകൾ എഴുതുക എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ സാഹിത്യം, വാസ്തുവിദ്യ, ശില്പം, കലയും ചിത്രകലയും, സംഗീതവും നൃത്തവും, ശാസ്ത്ര സാങ്കേതിക വിദ്യ സംസ്കാരത്തിന്റെ 6 പ്രധാന വശങ്ങൾ. അപ്പോൾ ഇതാണ് സംസ്കാരത്തിന്റെ വിവിധ വശങ്ങളുടെ പേര് എഴുതുക എന്ന് പറയുമ്പോൾ ഈ 6 വശങ്ങൾ നിങ്ങൾ മറക്കരുത്. സാഹിത്യം, വാസ്തുവിദ്യ, ശില്പം, കലയും ചിത്രകലയും, സംഗീതം, നൃത്തവും, ശാസ്ത്രവും സംഗീത വിദ്യയും സംസ്കാരത്തിന്റെ 6 പ്രധാന വശങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യൻ സംസ്കാരം വളരെ വിശാലവും സമന്വയിപ്പിക്കുന്നതുമായത് എന്നുള്ളതാണ്. അതെന്തിന് ഇന്ത്യൻ സംസ്കാരം ആരിന്റെ വിവിധ ചേരുവകൾ ഉൾക്കൊള്ളുന്ന ദ്രാവിഡ, പേർഷ്യൻ, ഗ്രീക്ക്, ചൈനീസ്, മുസ്ലിം തുടങ്ങിയ വിവിധ സംസ്കാരങ്ങൾ വളരെ വിശാലവും അതുപോലെ തന്നെ എന്താണ്
വളരെ സമന്വയിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ സംസ്കാരം വളരെ വിശാലവും സമന്വയിപ്പിക്കുന്നതുമായത് എന്ന് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഇന്നത്തെ ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള സംസ്കാരമാണ് വേണ്ടത്? ഒന്നോ രണ്ടോ വാക്യം എന്ത് ചെയ്യുക, പരാമർശിക്കുക എന്നാണ്. അപ്പോൾ പൗരാണികവും ആധുനികവുമായുള്ള ഇന്ത്യൻ സംസ്കാരത്തെ ഏകീകരിക്കുക എന്ന് മാത്രമല്ല, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സമന്വയമായിട്ടുള്ള അത്തരം ഒരു മാനുഷിക സംസ്കാരമാണ് ഇന്ന് നമുക്ക് ആവശ്യം. കിഴക്കും പടിഞ്ഞാറും സന്തോഷത്തോടെ ഇടപഴകാനും നേരത്തെ തന്നെ സമന്വയിപ്പിക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ സാംസ്കാരിക മേഖലയിൽ ഇന്ത്യ ഒരു പുതിയ സമന്വയം കൈവരിച്ചിട്ടുണ്ടോ? ഉത്തരം, നമ്മുടെ പൗരാണിക നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ അന്വയിപ്പിക്കുന്ന സാമ്പത്തികമായി ചെയ്യുന്ന ഒരു പുതിയ സമന്വയം നാം ഇത് കൈവരിക്കേണ്ടതുണ്ട്. സാംസ്കാരിക പൈതൃക മേഖലയിൽ എന്താണ് കൂടുതൽ അപകടകരമായത് അല്ലെ? പൈതൃകത്തെക്കാൾ പ്രയോജനകരവും വിശ്വസനീയവുമായുള്ള മറ്റൊന്നില്ല. എന്നാൽ തന്നെ ആ പൈതൃകത്തിൽ മാത്രം ഇരുന്ന് ജീവിക്കുന്ന ഒരു രാജ്യത്തിന് ഇതിന് അപകടമൊന്നുമില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് CA വരുന്നത്, ഒരു രാജ്യത്തിന് സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തരം ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ അതിന്റെ പൂർവികരെ അനുകരിച്ചാൽ മാത്രം പുരോഗതി ഇല്ല. ഒരു രാഷ്ട്രത്തിലെ കെട്ടി നിൽക്കുന്നത് സർഗാത്മകവും സുപ്രധാനവുമായുള്ള പ്രവർത്തനമാണ് എന്ന് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇന്ത്യൻ സമൂഹത്തിന് സ്വന്തം ആചാരങ്ങളുടെ സ്ഥാനം എന്താണ്? ഉദാഹരണവും നൽകുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ മനുഷ്യ സമൂഹങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അത് അവരുടെ അംഗങ്ങൾ പ്രധാനമായും കണക്കാക്കുന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ ആചാരങ്ങൾക്കുള്ള പ്രധാന കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പൊ ദേവീദേവന്മാരുടെ ദൈനംദിന ആരാധന കൂടാതെ ആചാരങ്ങൾ, ഉത്സവങ്ങൾ, തീർത്ഥാടനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങൾ നമുക്കുണ്ടെന്നുള്ളത്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ എല്ലാ കോണുകളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ ക്ഷണമോ അറിയിപ്പോ കൂടാതെ ഹരിദ്വാർ, അലഹാബാദ് തുടങ്ങിയ ഒരു പ്രത്യേക സ്ഥലത്ത് കുംഭമേള പോലുള്ള അതിനു വേണ്ടി ഒരു അവസരങ്ങളിൽ നിന്ന് ഒത്തുകൂടുന്നു. ഈ ആചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതിന്റെ സമാനമാണ് ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട മതപരമായ ആചാരങ്ങളും മൂല്യങ്ങളും വരുന്നത്. അപ്പൊ ഇതെല്ലാമാണ് അതിലേക്ക് വരുന്നത് എന്നുള്ളത്. ഇനി ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ സംഭാവനയെ കുറിച്ച് നമുക്ക് ചുരുക്കത്തിൽ ഒരു എഴുതുക എന്നുള്ളതാണ്. ഏറ്റവും സ്വാധീനം ഉള്ളതാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ സ്വഭാവം. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഇതിന്റെ ഈ ഒരു സംസ്കാരത്തെ കുറിച്ച് പറയുന്നത് പുരാതന ഇന്ത്യയിലെ ജ്യോതിശാസ്ത്രം, ജാമിതി, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം, ശാസ്ത്രജ്ഞ, ആയുർവേദം, കാർഷിക, സൈനിക ശാസ്ത്രം എന്നിവയെല്ലാം തുടങ്ങിയ വിഷയങ്ങൾ ഇതിന് പുറമെ വേദപഠനം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ സംസ്കാരങ്ങളുടെ മോണ്യുമെന്റ്സ് നമുക്കത് പറയാൻ പറ്റും. പിന്നെ ബുദ്ധായന ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു. അതുപോലെ തന്നെ വിർദ്ധഗർഗ, ലഡ്ഗ, ആര്യഭട്ട എന്നീ ജ്യോതിശാസ്ത്രജ്ഞർ ഇന്ത്യയിലെ ശാസ്ത്രത്തിന്റെ ശാശ്വതമായുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആര്യഭട്ടീയ സൂര്യ സിദ്ധാന്തം എന്നീ 2 ശാസ്ത്ര ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യനെ ചുറ്റുന്നതാണെന്നും അദ്ദേഹം ആദ്യമായി പ്രസ്താവിച്ചു. കൂടാതെ നക്ഷത്രങ്ങളുടെ ചലനങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയും സൂര്യഗ്രഹണത്തിന്റെയും ചന്ദ്രഗ്രഹണത്തിന്റെയും കാരണങ്ങളും അദ്ദേഹം വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു വരാഹ മിഹിര അല്ലെ. ബൃഹത് സംഹിത, ജ്യോതി ശാസ്ത്രം, സന്ധ്യാശാസ്ത്രം, ഭൂമിശാസ്ത്രം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസിദ്ധമായ പുസ്തകത്തിന്റെ രചയിതാവായിരുന്നു ഇവർ. എന്നാൽ അതിന്റെ പ്രധാന വിഷയം ജ്യോതിശാസ്ത്രമാണ്. ഈ കൃതിയിൽ ഇപ്പോഴും ഒരു ആധികാരികമായി കണക്കാക്കപ്പെടുന്നു. ഇനി ജ്യോതിശാസ്ത്രത്തിന്റെ ഗണിതശാസ്ത്രത്തിന് പുറമെ വൈദ്യശാസ്ത്രവും ഗുപ്ത കാലഘട്ടത്തിന്റെ അഭിവൃദ്ധി പ്രാപിച്ചു. വാഗ്ഭട്ടൻ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വൈദ്യനായിരുന്നു. അദ്ദേഹം സ്വീകരിച്ചതും പ്രചരിപ്പിച്ചതുമായുള്ള വൈദ്യശാസ്ത്രം ചരകന്റേത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. പുരാതന വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ആധികാരികമായി കണക്കാക്കപ്പെടുന്നു ഇദ്ദേഹത്തെ എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ബ്രഹ്മഗുപ്തൻ പൂജ്യത്തിന്റെ ഉപയോഗവും ദശാംശ വ്യവസ്ഥയുടെ അഗാധവും കണ്ടെത്തിയതിന്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഈ 2 കണ്ടെത്തലുകൾ ഗണിതശാസ്ത്രത്തിൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നും വന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ കൾച്ചറിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുടെ നിർമ്മിതികൾ, കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യ നൽകിയ സംഭാവനകളാണ് ഈ പറയപ്പെട്ടതൊക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ വക കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററുകളിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ എക്സാമിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി മുന്നൊരുക്കങ്ങളായിരിക്കണം നമുക്ക് മുമ്പിൽ ഉണ്ടാവേണ്ടത്. അധിക ടൈമുകളും നമുക്ക് മുമ്പിൽ ഏകദേശം 1 മാസം നമുക്ക് മുമ്പിലുള്ളൂ. ആ 1 മാസത്തിൽ തന്നെ എക്സാം വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ബോധവാന്മാരായിരിക്കണം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എന്ത് ചെയ്യാം, കടന്നു വരാം. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. അതിന് മുമ്പ് എന്ത് ചെയ്യാം, ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കാം. അപ്പോൾ വീണ്ടും കാണാം. സീ യു സൂൺ.